നെതർലൻഡ് വേഴ്സസ് സ്വീഡൻ നല്ല കിഡിലൻ മാച്ചായിരുന്നു. ദ ഡച്ച് ദേ ആർ ട്രൂലി ബാക്ക്. ഫസ്റ്റ് മാച്ചിൻ്റെ സമനില, ജപ്പാനോടേറ്റ സമനില അവർ ഈ ഒരു മാച്ചോടെ അങ്ങ് കഴുകി കളഞ്ഞു. അതുപോലത്തെ ഗംഭീര രാജകീയ തിരിച്ചുവരവ്, അതും സ്വീഡനെ പോലെ ഗംഭീരമായ, അതായത് പിന്നെ അലക്സാണ്ടർ ഇസാക്ക്, പിന്നെ വിക്ടർ ഗ്യോക്കറസ്, എലങ്ക, പിന്നെ അതുപോലത്തെ നല്ല കിഡിലൻ പ്ലെയേഴ്സുള്ള ടീമാണ് സ്വീഡന്. മാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇതെന്തുമായി കാണിക്കുന്നത് സ്വീഡന്. അതായത് ഒരു കളിയും കളിക്കുന്നില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക. അതിൻ്റെ ഇടയിൽ 2 എണ്ണം പടപടാന്ന് നെതർലാൻഡ് അടിച്ച് കയറ്റി. പിന്നെ സ്വീഡൻ്റെ ഒരു തിരിച്ചുവരവ് കാണുന്നത് ഒരു 35 മിനിറ്റിന് അങ്ങോട്ട് ശേഷമാണ്. ഒരു 35-45 മിനിറ്റിൻ്റെ ഇടയിൽ സ്വീഡൻ ഒരു കത്തിക്കലും കൊണ്ട് കത്തിക്കുന്നുണ്ട്. പക്ഷേ ഗോളൊന്നും പോയില്ല, ഇഷ്ടം പോലെ ഷോട്ട് ഓൺ ടാർഗറ്റ്. പിന്നെ അവസരങ്ങൾ കിട്ടിയിട്ട് അതങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ ഒരു 6 വെയിലൊന്നും നിൽക്കില്ല, അതുപോലത്തെ അറ്റാക്കിംഗ് ആയിരുന്നു 45 മിനിറ്റ് വരെ. 45 മിനിറ്റിന് ശേഷം വീണ്ടും ഗതാഗുവ, പിന്നെ ഒരു 60 മിനിറ്റ് വരെ. അതിൻ്റെ ഇടയിൽ നെതർലാൻഡ് ഇങ്ങനെ അടിച്ച് കയറ്റുകയാണ് ഗോള്. പിന്നെ ബ്രോബ്രി വെസ്റ്റാമിൻ്റെയോ ന്യൂക്കാസിൽ ആ ടീമിൻ്റെ പിന്നെ പ്ലെയറാണെന്ന് തോന്നുന്നു. 2 ഗോൾ അടിച്ചു. കോഡി ഗാക്പോ ലിവർപൂളിൻ്റെ 2 ഗോൾ അടിച്ചു. അപ്പോഴൊക്കെ സ്വീഡൻ നല്ല മുന്നേറ്റമാണ്. പക്ഷേ ഇവർക്ക് എത്ര ശ്രമിച്ചിട്ടും ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. ഇഷ്ടം പോലെ അവസരം കിട്ടുന്നുണ്ട്, പക്ഷേ ഗോൾ അടിക്കാൻ പറ്റുന്നില്ല സ്വീഡൻ. പക്ഷേ സത്യം പറഞ്ഞാൽ സെഡായിപ്പോയി സ്വീഡൻ്റെ അവസ്ഥ കണ്ടിട്ട്. നെതർലാൻഡ് പിന്നെ നമ്മുടെ ഇതില്ലേ, ജർമ്മനീനോട് ബ്രസീൽ പൊട്ടിയില്ലായിരുന്നു, അതുപോലത്തെ പരിപാടിയാണ്. മട്ടപ്പെടാതെ അടിച്ച് കയറ്റിയ ഗോള് സ്വീഡനാണ് അടിക്കാൻ പറ്റുന്നില്ല. ഇനി വരാൻ പോകുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ നെതർലൻഡ് അഥവാ കയറുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 32 പോസിബിൾ അപ്പോണൻസ് ബ്രസീൽ. എന്താകുമോ എന്തോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബ്രസീലിനോടുള്ള മത്സരത്തിൽ ഒരുമാതിരി ആട്ടിൻകുട്ടികളുടെ ഇടയിലേക്ക് ആനക്കൂട്ടങ്ങൾ അയച്ചു വിട്ടവരുണ്ടാവും. അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു നെതർലൻഡിൻ്റെ ഇന്നത്തെ പെർഫോമൻസ്. അർജൻറ്റീനക്കാർ ഇങ്ങനെ സമാധാനിക്കുന്നു വേണ്ട, പ്രീ ക്വാർട്ടറിലോ അല്ലെങ്കിൽ ക്വാർട്ടറിലോ മിക്കവാറും നെതർലൻഡിൻ്റെ കയ്യിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. സോ ബിവെയർ ഓഫ് നെതർലൻഡ്. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത് 2014, 18, 22 വേൾഡ് കപ്പ് പ്രവചിച്ച അതേ ആളാണ് നെതർലൻഡ് വിജയിക്കുന്ന പ്രവചിച്ചത് ഈ വർഷം.